ജനമനസ്സുകളിൽ വിജയിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് യു പ്രതിഭയാണെന്ന് തെരഞ്ഞെടുപ്പിൽ കായംകുളം തെളിയിക്കാൻ പോവുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാനലുകളുടെ മത്സരമായിരുന്നു സർവേ നടത്താൻ. മനോരമയുടെ സർവേ, മാതൃഭൂമിയുടെ സർവേ, ഏഷ്യാനെറ്റിന്റെ സർവേ കണ്ടപാടെ KPCC യോഗം തിരുവനന്തപുരത്ത് കയറുകയാണ്. ആഭ്യന്തരമന്ത്രി ആരാവണം, റവന്യൂ മന്ത്രി ആരാവണം, സിവിൽ സപ്ലൈസ് മന്ത്രി ആരാവണം, കൈയിട്ട് വാരുന്ന വകുപ്പ് ഏറ്റവും നല്ല വകുപ്പ് ആർക്ക് കൊടുക്കണം, ആരാണ് ഏറ്റവും നന്നായി കൈയിട്ട് വാരാൻ മിടുക്കൻ, ആ മിടുക്കനായാൽ തന്നെ നമുക്ക് കൈയിട്ട് വാരാൻ പോകുന്ന വകുപ്പുകൾ ഏൽപ്പിക്കണമെന്ന ചർച്ച ആ പാവം UDF-കാരെ കൊണ്ട് നിങ്ങൾ നടത്തിപ്പില്ല. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ് നമ്മൾ നാട്ടിൽ പറയുന്നത്. നിങ്ങൾ ഈ UDF-കാരോട് ചെയ്യുന്നത് കൊടും ചതിയാണ് മാധ്യമങ്ങളെ. ആന കൊടുത്താലും ഇവിടുത്തെ UDF-കാരൻ നിങ്ങളിങ്ങനെ നടക്കാത്ത ആശയൊന്നും കൊടുത്തു പോയേക്കരുത്. ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലമാണ്. ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ചെമ്പതാക എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച മണ്ഡലമാണ്. ചെട്ടികുളങ്ങരയും ഭരണിക്കാവും കായംകുളം മുനിസിപ്പാലിറ്റിയും ദേവികുളങ്ങരയും കണ്ടല്ലൂരും രാമപുരവും പത്തിയൂരും എല്ലാം ചേരുന്ന ഈ കായംകുളം മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ജനനായകയായി പ്രവർത്തിച്ചതിന്റെ മുതൽക്കൂട്ടുമായ അഡ്വക്കേറ്റ് യു പ്രതിഭ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്രമിക്കാൻ, തേജോവധം ചെയ്യാൻ എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി. അതിലേറ്റവും ഹീനമായ പ്രചരണങ്ങളിലൊന്ന് നാം കണ്ടത് ഈ കായംകുളം മണ്ഡലത്തിലായിരുന്നില്ലേ? ഞാനൊരു പുരാണം മാത്രം UDF-കാരാ നിങ്ങളെ ഓർപ്പിപ്പോ വീട്ടിൽ വന്ന് വിശ്വാസിയാണോ എന്ന് ചോദിച്ചിട്ടാണ് UDF-കാരും വോട്ട് ചോദിക്കുന്നത്. വിശ്വാസിയാണോ, വിശ്വാസം വേണോ, വിശ്വാസിയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആര് വോട്ട് ചോദിക്കുന്നത്? UDF-കാരൻ വോട്ട് ചോദിക്കുന്നത്. UDF-കാരനെ ഒരു പഴയ പുരാണം ഞാൻ ഓർപ്പിക്കുന്നു. ദ്രൗപദിയുടെ ഒരിറ്റ് കണ്ണീരിൽ നിന്നാണ് ദുശാസന്റെ കൗരവപട സർവനാശത്തിലേക്ക് നയിക്കപ്പെട്ടതെങ്കിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എന്ന ഈ കായംകുളത്തിന്റെ ജനനായകയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് ഇവിടുത്തെ UDF-കാരാ നിങ്ങൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർവനാശമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്നുവെന്ന് നിങ്ങൾ കുറിച്ചു വെച്ചോ. ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കാൻ അഡ്വക്കേറ്റ് യു പ്രതിഭയെ നേരിടാൻ രാഷ്ട്രീയം പറയാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വ്യക്തിപരമായി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ജീവിത പ്രയാസങ്ങൾ ഉണ്ടായപ്പോ പോലും ഈ കായംകുളം മണ്ഡലത്തെ ഒരു വേള പോലും കൈവിടാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉത്തരവാദിത്തം നിറവേറ്റിയതിന്റെ മികവിലാണ് അഡ്വക്കേറ്റ് യു പ്രതിഭ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ വീണ്ടും പ്രതികരിക്കുന്നത്. കഴിഞ്ഞ 2 ടേം ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ എല്ലാം നേതൃത്വം ഈ കായംകുളത്ത് അഡ്വക്കേറ്റ് യു പ്രതിഭയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ? നല്ല റോഡുകൾ വന്നില്ലേ? നല്ല പാലങ്ങൾ വന്നില്ലേ? നല്ല സ്കൂൾ കെട്ടിടങ്ങൾ വന്നില്ലേ? ഈ കായംകുളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന എത്രയോ പദ്ധതികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നടപ്പിലാക്കിയ പദ്ധതികൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ വർഷങ്ങളിലാകെ ഇവിടുത്തെ മനുഷ്യരോട് ചേർന്ന് നിന്ന് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും ജനസമ്പർക്ക പ്രവർത്തനവും ഉയർത്തിക്കാണിച്ചാൽ അഡ്വക്കേറ്റ് യു പ്രതിഭ ആത്മാഭിമാനത്തോടെ വോട്ട് ചോദിക്കുന്നത്. ഞാൻ ഈ കോൺഗ്രസ്സുകാരോട് കാര്യം ചോദിക്കട്ടെ, ആത്മാഭിമാനമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഭാഗത്തെ വീടുകളിലേക്ക് വന്ന് കോൺഗ്രസ് വോട്ട് ചോദിക്കുമോ? 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഐക്യ ജംഗ്ഷനുകാർക്ക് ഓർമ്മയുണ്ടോ? 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊട്ടപ്പുറത്തെ ഒരു അണ്ടർപാസിന്റെ മുകളിൽ ഒരു ബാനർ ഉണ്ടായിരുന്നു. ബാനർ KC വേണുഗോപാൽ MP ആയാൽ ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും, നിലാവ് പകൽ വെളിച്ച തുടിക്കും എന്നാണ് ആര് പറഞ്ഞത്? കോൺഗ്രസ്സുകാരൻ പറഞ്ഞത്. എത്രയോ പെരുന്നാളത്തിന് ശേഷം നടന്നു പകൽ വെളിച്ചത്ത് നിലാവ് ഉദിക്കുന്നത്. ഐക്യ ജംഗ്ഷൻകാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? MP-യെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോ അണ്ടർപാസിനെ പറ്റി ഒരു പരാതിയും കായംകുളത്തെ കോൺഗ്രസ്സുകാർക്കില്ല. അണ്ടർപാസ് എന്നൊരു വാക്കേ കായംകുളത്തെ കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല. ആരിഫിനെതിരെ എന്തൊക്കെ പ്രചരിപ്പിച്ചു? KC വേണുഗോപാൽ MP ആയി വന്നാൽ അപ്പോ ഒരു പാസ് എന്നാണ് ആര് പറഞ്ഞത്? കേരളത്തിലെ കോൺഗ്രസ്സുകാരനും കായംകുളത്തെ കോൺഗ്രസ്സുകാരനും പറഞ്ഞത്. ഇപ്പൊ അതിനെപ്പറ്റി ഉണ്ടാട്ടമില്ല. അതുകൊണ്ട് ഈ പറയാത്ത നടക്കാത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ കണ്ണിൽ പൊടിയിട്ട് മനുഷ്യനെ പറ്റിക്കുന്ന പണി ഇവിടുത്തെ കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ കേരളം
ഇവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോ, ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ഹൃദയസ്പന്ദനമായി മാറുമ്പോ, സഖാവ് AKG EMS പറഞ്ഞ പാതയിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ മുന്നേറുമ്പോ ഈ ഇടതുപക്ഷത്തെ തകർക്കാൻ കേരളത്തിലെ UDF ആവില്ല. AKG അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതി അവസാനിപ്പിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: നിസ്വനായ മനുഷ്യന്റെ പോരാട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ കാലിൽ വീണ് പോയേക്കാം, പക്ഷെ അധ്വാനിക്കുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ ഇടത്തരക്കാരന്റെ വസന്തകാലം വരും എന്നാണ് സഖാവ് AKG പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അധ്വാനിക്കുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ ഇടത്തരക്കാരന്റെ വസന്തകാലം എന്നല്ലാതെ ഈ 10 വർഷക്കാലത്തെ പിണറായി സഖാവിന്റെ ഭരണത്തെ ഈ കേരളത്തിന് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്? ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് വിളിച്ച് നാം നടത്തിയ വികസനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് നാം പറയുന്നത്. മൂന്നാമതും കേരളത്തിൽ LDF വരും, മൂന്നാമത് അഡ്വക്കേറ്റ് യു പ്രതിഭ കായംകുളത്ത് MLA ആകും എന്ന് 4 KPCC പ്രസിഡന്റുമാരെ പിണറായി വിജയനെ വീഴ്ത്താൻ കോൺഗ്രസ് ഇറക്കി. 2 പ്രതിപക്ഷ നേതാക്കന്മാരെ പിണറായി സഖാവിനെ വീഴ്ത്താൻ കോൺഗ്രസ്